ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണിയിലെ ഭിന്നത ചൂണ്ടിക്കാട്ടിയായിരുന്നു മോദി രാജ്യസഭയിൽ ആഞ്ഞടിച്ചത്. ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിൽ സംശയങ്ങൾ ബാക്കിയുണ്ടെന്ന പിതാവ്. CBI അന്വേഷണം ഹൈക്കോടതി നിരാകരിച്ച സാഹചര്യത്തിൽ അപ്പീൽ നൽകും. പൂപ്പാറയിലെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ. പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറിയ 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. മേഖലയിൽ നിരോധനാജ്ഞ. വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനം കൃത്യമായ പരിശോധന നടത്തും. SFIയുടെ ആശങ്ക പരിഹരിക്കും. ഇടതുപക്ഷ നയത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും ആർ ബിന്ദു. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം ഇത് ആദ്യമല്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. സ്വാശ്രയ നയത്തിൽ ഉറച്ച CPIM. ബീഹാറിൽ NDA സർക്കാർ ഉറപ്പായും ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് JDU നേതാവ് വിജയ് കുമാർ ചൗധരി. വിരോധികളുടെ ദുരുദ്ദേശങ്ങളെ പരാജയപ്പെടുത്തിയാകും വിജയമെന്ന പ്രഖ്യാപനം. ഫെബ്രുവരി 12 നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ്. കേരളത്തിൽ IS പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട കേസിലെ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് NIA കോടതി. ഇയാൾ പിടിയിലായത് 2019. ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള വാദം നാളെ. കേരളത്തിന്റെ കടമെടുപ്പ് സംബന്ധിച്ചുള്ള ഹർജിയിൽ സുപ്രീം കോടതിക്ക് വിശദീകരണം നൽകിയ കേന്ദ്ര സർക്കാർ. കടമെടുപ്പിന് പരിധി നിശ്ചയിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന അറ്റോർണി ജനറൽ. ഡൽഹി പബ്ലിക് സ്കൂളിൽ വ്യാജ ബോംബ് ഭീഷണി. സന്ദേശമയച്ചത് ഡാർക്ക് വെബ് ഉപയോഗിച്ചെന്ന പോലീസ്. അന്വേഷണം ഊർജിതം. ഗുജറാത്തിൽ കുഴൽക്കിണറിൽ വീണ 2 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. ആരോഗ്യനില തൃപ്തികരമെന്ന സൂചന. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.